ഹലോ, എൻ്റെ ജോലി കഴിഞ്ഞുള്ള ഒഴിവ് സമയത്തും സാറ്റർഡേയ്സ്, സൺഡേയ്സ് അതുപോലെ ഈവനിങ് ടൈമിലൊക്കെയാണ് 5:30 ആകുമ്പോഴത്തേക്കും എൻ്റെ വർക്ക് കഴിയും. അത് കഴിയുമ്പോഴത്തേക്കുമാണ് ഞാൻ സ്വിഗ്ഗി ഓട്ടത്തിനായിട്ട് പോകുന്നത്. അപ്പോൾ നമുക്ക് വേറൊരു ഏണിങ്സും കൂടി ആകുമല്ലോ, വീട്ടുകാർക്കുള്ള ഒരു സപ്പോർട്ട്, എൻ്റെ സൈഡിൽ നിന്നുള്ള ഒരു സപ്പോർട്ട് എന്ന രീതിയിൽ. അപ്പം ഒരു അടിപൊളി റോഡായിരുന്നു ഇന്ന്. എനിക്കത് കണ്ടപ്ലേ വീഡിയോ എടുക്കാൻ വേണ്ടിയിട്ട് തോന്നി. അതായത് കോട്ടയത്തെ ഒരു ഇപ്പുറത്തെ സൈഡായിട്ട് നമുക്ക് വേണേൽ പറയാൻ പറ്റും. നമ്മളൊരു കാടിൻ്റെ ഉള്ളിൽ കൂടെ, എനിക്ക് തോന്നുന്നു കുമരകത്ത് നമ്മൾ ബേർഡ് സാഞ്ചുറിക്കകത്ത് പോലെ പോകുന്ന പോലെ എനിക്ക് തോന്നി. അപ്പോൾ വീടെത്തി, രാവിലെ പോയതാണ് ഞാൻ. അപ്പോൾ വീട്ടിൽ വന്ന് ഭയങ്കര ദാഹമായിരുന്നു. ഒരു 10-11 മണിയൊക്കെ ആയി എത്തിയപ്പോഴത്തേക്ക്. അപ്പം ചൂടായിട്ട് തണുപ്പായിട്ടൊരു നാരങ്ങ വെള്ളം അങ്ങോട്ട് കലക്കിയാലോ എന്ന് കരുതി. അതിൻ്റെ കൂടെ ടച്ചിങ്സ് ആയിട്ട് ഞാൻ മാഗി ആയിരുന്നു പ്രിപ്പയർ ചെയ്തത്. അപ്പം മാഗിയും കഴിച്ച് അതും കഴിച്ച് എല്ലാ പരിപാടിയും കഴിഞ്ഞ് നമ്മുടെ ബാലഗോകുലത്തിൻ്റേതായിട്ടുള്ള ചെറിയൊരു കുഞ്ഞി പിരിവും കാര്യങ്ങളൊക്കെ ആയിട്ട് ഞാനും അതെൻ്റെ കൂട്ടുകാരി ചേച്ചിയാണ്, വീടിൻ്റെ അടുത്തുള്ള തന്നെ. പൊരിഞ്ഞ വെയിൽ എന്ന് പറഞ്ഞാൽ പൊരിഞ്ഞ വെയിലായിരുന്നു. അപ്പം ആ പരിപാടിയും കാര്യങ്ങളും എല്ലാം കഴിഞ്ഞിട്ട് വേണ്ട ഞാൻ വീട്ടിൽ വന്ന് ഒരു കുഞ്ഞു കുളിയൊക്കെ പാസ്സാക്കി വിളക്കൊക്കെ കത്തിച്ച് ചായയൊക്കെ കുടിച്ച് നമ്മുടെ നെക്സ്റ്റ് പരിപാടി പ്രാക്ടീസാണ്. ചെറിയൊരു പരിപാടിയൊക്കെ നമ്മൾ കണ്ടക്ട് ചെയ്യുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ ഡാൻസ് പ്രാക്ടീസായിട്ട് ഗോകുലത്തിലേക്ക് ഞാൻ പിന്നെയും പോയി. അപ്പോൾ പിള്ളേർ സെറ്റുകളെല്ലാം വന്നിട്ടുണ്ടായിരുന്നു. ഇതാണ് ഞങ്ങൾ ഗോകുലം നടക്കുന്ന സ്ഥലവും നമ്മുടെ പ്രാക്ടീസ് സ്ഥലവും എല്ലാ പരിപാടിയും ഇതാണ്. നമ്മളൊരു കൊച്ചു ഗ്രാമം എന്നൊക്കെ വേണമെങ്കിൽ പറയാൻ പറ്റില്ല, എന്നാലും ഒരു ഡേ കംപ്ലീറ്റ് അങ്ങനെ ചില്ലൗട്ട്